പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് സഹകരണ നിയമത്തിലെ സർചാർജിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സർചാർജ് വകുപ്പ് 68 സർചാർജ് എന്ന് പറഞ്ഞാൽ നഷ്ടോത്തരവാദം ചെയ്യൽ എന്നാണ് മലയാളത്തിൽ. വകുപ്പ് 68. എന്താണ് സർചാർജ്? ഒരു സംഘത്തിൻ്റെ ഭരണം ഏൽപ്പിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ സംഘത്തിൻ്റെ ജീവനക്കാരോ ഉദ്യോഗസ്ഥരോ അവർ സഹകരണ നിയമത്തിനും ചട്ടത്തിനും സംഘത്തിൻ്റെ ബൈലോയ്ക്കും വിരുദ്ധമായി പ്രവർത്തിച്ച് സംഘത്തിന് നഷ്ടം വരുത്തിയിട്ടുള്ളതായി സംഘത്തിൻ്റെ ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ ഓഡിറ്റോ അല്ലെങ്കിൽ വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ടോ സമാപ്തീകരണ സമയത്തോ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ സംഘത്തിലെ ഈ പറഞ്ഞ വ്യക്തികൾ വിശ്വാസ വഞ്ചന കാണിച്ചുകൊണ്ട് സംഘത്തിന് നഷ്ടം വരുത്തി വച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ സംഘത്തിൻ്റെ രേഖകൾ നശിപ്പിക്കുകയോ രേഖകൾ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്രകാരമുള്ള റിപ്പോർട്ടുണ്ടെങ്കിൽ സഹകരണ രജിസ്ട്രാർക്ക് സ്വയമേവ അദ്ദേഹത്തിന് യുക്തമാണെന്ന് തോന്നുന്ന പക്ഷം സ്വയം ഒരു അന്വേഷണം നടത്തുകയോ, ഇനി അതുമല്ലെങ്കിൽ സംഘത്തിൻ്റെ കമ്മിറ്റി അല്ലെങ്കിൽ ലിക്വിഡേറ്റർ, അതുമല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അവർ രേഖാമൂലം രജിസ്ട്രാറോട് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് ഒരു അന്വേഷണം നടത്താം. അല്ലെങ്കിൽ രജിസ്ട്രാർ അധികാരപ്പെടുത്തുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനെ കൊണ്ട് ഒരു അന്വേഷണം നടത്തിച്ച് ബന്ധപ്പെട്ട വ്യക്തികളോട് വിശദീകരണം ആരാഞ്ഞ ശേഷം അവരോട് വിശദീകരണം ചോദിക്കണം. അവരുടെ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ യുക്തമായ രീതിയിൽ സംഘത്തിന് വരുത്തിവെച്ചിട്ടുള്ള നഷ്ടം രജിസ്ട്രാർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള നിരക്കിൽ, പലിശ നിരക്കിൽ തുക അടയ്ക്കാനായിട്ട് ഉത്തരവിടാം. ഈ ഉത്തരവാണ് സർചാർജ്. അപ്രകാരം ഒരു സർചാർജ് ഉത്തരവ് ലഭിച്ചാൽ 60 ദിവസത്തിനകം നഷ്ടം നികത്തേണ്ടതാണ്. അപ്രകാരം നികത്തിയിട്ടില്ലെങ്കിൽ രജിസ്ട്രാർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാണ് വകുപ്പ് 68 വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്രയുമാണ് സർചാർജ് വകുപ്പ് 68. ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.